ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മജ്ബൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മലബൂത്ത് എന്നും പറയും, ചിക്കൻ മലബൂത്ത് എന്നും പറയും. ഒരു അറേബ്യൻ ഡിഷാണിത്. മലയാളികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് കേട്ടോ ഇത്. കാരണം കൂടുതൽ ഓയിലൊന്നും വേണ്ട ഇതിന്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ. ഇതൊരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 2 മണിക്കൂർ കുതിർത്തുന്നത് പെട്ടെന്ന് വേവാനാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞോൾട്ടയുടെ ഒരു പാത്രമാണ്. പാത്രം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3-4 ഉള്ളി എടുത്തിട്ടുള്ളൂ. മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉള്ളി എടുക്കാം. ഒനിയൻ നല്ല പോലെ വഴറ്റണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓയിലില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 5-6 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി ഉള്ളി നല്ല പോലെ വഴറ്റിയാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല പോലെ വഴറ്റണം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിച്ചു പോവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് കേട്ടോ ഈ മജ്ബൂസ്. കാരണം കൂടുതൽ ഓയിലി അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികളും വലിയവരും മുതിർന്നവർക്കും ഒക്കെ വയസ്സായവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. ഇനി അതിലേക്ക് 2 ഉണക്ക നാരങ്ങ കത്തി കൊണ്ട് കുത്തിയിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ സ്മെല്ല് വരുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇട്ടെടുത്തിട്ടില്ല. എന്നിട്ടിത് നല്ല പോലെ വഴറ്റണം. 1 kg ആണ് കേട്ടോ ഞാൻ ചെയ്തത്. 1 kg അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും, അളവുകളൊക്കെ മാറ്റം വരും. ഇത് 1 kg ആണ്. നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നല്ല പോലെ ഇളക്കണം കേട്ടോ. അതിങ്ങനെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് അധികം നേരം ഇളക്കേണ്ടി വരും. അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അടിപൊളി ഫുഡാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പം അത് നല്ല പോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1.5-2 സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ അരി വേവിക്കുന്നതും ഇതിലാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച്
ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തു. ഇതെന്തായാലും വേണം കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതിലൂടെയാണ്. ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാവും നല്ലത്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ അതോട്ട് ഞാൻ 2 സ്പൂണ് കറുത്ത കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത് നല്ല പോലെ വഴറ്റണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതോട്ട് ഞാൻ നല്ല പോലെ വഴറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഒരു ഫുഡായിട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ചെറുനാരങ്ങക്ക് പകരം ഞാൻ 1 സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് നാരങ്ങയുടെ സ്മെല്ല് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, നാരങ്ങ നീര്. അങ്ങനെ എല്ലാതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി അതിലോട്ട് 1 സ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം. എന്നിട്ട് നന്നായി ഇളക്കണം. പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1.5 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നല്ല വഴറ്റണം അത്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ട് ബോൺലെസ് ഒന്നല്ല, എല്ലാതും കൂടി കൂടിയിട്ടുള്ളതാണ്. 1 kg ചിക്കനാട്ടോ ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കണം കേട്ടോ. നല്ല പോലെ മസാല പിടിക്കണം കേട്ടോ ചിക്കനിൽ. അതോട്ട് നല്ല പോലെ ഇളക്കണം, എന്നാലേ ചിക്കനിൽ നല്ല മസാല പിടിക്കുള്ളൂ. നല്ല പോലെ ഇളക്കണം. എന്നിട്ട് ചിക്കൻ നല്ല പോലെ അതിമ്പോൾ നല്ലോണം ഞാനൊരു ഫോർക്കോട്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ അതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി വേവിക്കണം. ഞാൻ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ, കുറച്ചെടുത്ത് പൊരിക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും ചിക്കൻ പൊരിച്ചത് വേവിച്ചത് അത്ര ഇഷ്ടമല്ല, അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഹാഫ് വേവ് ആയതിന് ശേഷം അതിന് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് തിളക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി സ്മെല്ലേന്ന് കേട്ടോ അത് തിളക്കുമ്പോൾ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചു പൊരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളെ ഇഷ്ടപ്രകാരം ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇതിലാട്ടോ നമ്മൾ വേവിക്കണത്. എന്നിട്ട് നമുക്ക് അതിൽ കുതിർത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളം പോരട്ടോ. 1 കിലോ അരിയോട്ടാണ് ഞാൻ ഇവിടെ മജ്ബൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം യൂസ് ചെയ്തിരുന്നു. പക്ഷേ ചില അരികൾ നല്ല വേവ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചും നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ 6 കപ്പ് ഉള്ളത് 7 കപ്പോ 8 കപ്പോ ചിലപ്പോൾ 5 കപ്പ് അങ്ങനെയൊക്കെ മതിയാവും. സെല്ല റൈസ് ആണെങ്കിൽ ഇത്ര വെള്ളം വേണ്ട കേട്ടോ. സെല്ല റൈസ് പെട്ടെന്ന് വേവും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക.
കുറച്ച് മതി കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം അഥവാ കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റുന്നൊന്നുമില്ല, അപ്പോൾ അതൊട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി ഇതിലാട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. പാൻ നല്ലോണം ചൂടായതിന് ശേഷം ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് കളറും ചേർത്തിരുന്നു കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, ജസ്റ്റ്. കാരണം വെന്ത ചിക്കനല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ പൊരിച്ച്. അപ്പോൾ ചോറും നോക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഒന്ന് അങ്ങോട്ട് തിരിച്ചെടുത്ത് അങ്ങനെ ഒന്ന് ജസ്റ്റ് പൊരിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് വറുത്തതായോട്ടോ ഞാൻ പെട്ടെന്നായി കിട്ടത്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് വറുത്തിട്ട് പിന്നെ മുന്തിരി വറുക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മളെ ചോറ് വെന്തു. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മളെ മജ്ബൂസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. മല്ലിയിലൊക്കെ ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടോ. അതൊന്നും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.